So the fate map means the diagrammatic representation of the blastula showing the presumptive organ forming areas on a blastula. ബ്ലാസ്റ്റുലയുടെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയായിട്ട് മാറും എന്ന് ഒരു ഡയഗ്രാം വെച്ച് അതുകൊണ്ട് ഇതിപ്പം ഒരു കുറെ വട്ടവും കുറെ റീജനൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചേക്കുന്നു. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ഒറിജിനൽ ഡയഗ്രാം. നമ്മൾ മാപ്പ് വരയ്ക്കുന്ന പോലെ അത് മാപ്പ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് മാപ്പ്. ഫേറ്റ് എന്ന് വെച്ചാൽ ഭാവി. ഈ ബ്ലാസ്റ്റുലയുടെ ഓരോ റീജിയന്റെയും ഫേറ്റ് എന്തായി മാറും എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഫേറ്റ് മാപ്പ് എന്ന് വിളിക്കുന്നത്. This is the fate map of the chick embryo. I said അപ്പൊ എന്താണ് ഏരിയ പെലൂസ്. ഇപ്പൊ ഫേറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ചിക്ക് എംബ്രിയോയുടെ വരുമ്പോ എന്തായിരിക്കും? ഏരിയ പെലൂസിഡ മാത്രമേ വരുള്ളൂ. കാര്യം എന്താണ്? ഏരിയ പെലൂസിഡയിൽ നിന്ന് മാത്രമാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഏരിയ പെലൂസിഡയുടെ പല ഭാഗങ്ങൾ എന്തായി മാറുന്നു എന്ന് കാണിക്കുന്നതിനെയാണ് ഫേറ്റ് മാപ്പ് എന്ന് പറയുന്നത്. സോ ദ ആന്റീരിയർ റീജിയൻ ഓഫ് ഏരിയ പെലൂസിഡയുടെ ആന്റീരിയർ റീജിയൻ എന്താണ്? ഇറ്റ്സ് കോൾഡ് ദി എക്സ്ട്രാ എംബ്രിയോണിക് എക്ടോഡം. കാരണം അത് ഏരിയ ഒപ്പേക്കോയായിട്ട് കോണ്ടാക്റ്റില് വരുന്നത് കൊണ്ട്. The anterior two-thirds of the region is composed of the prospective ectoderm. Ectoderm ആയിട്ട് മാറുന്നു. ആന്റീരിയർ റീജിയന്റെ നല്ലൊരു ഭാഗവും ectoderm ആയിട്ട് മാറുന്നു. This region, this is what I said, the anterior two-thirds of the region is developing into the ectoderm. അതിന്റെ തൊട്ട് താഴെ കാണുന്ന റീജിയൻ ആണ് എക്ടോഡേമിന്റെ തൊട്ട് താഴെ. ഇറ്റ് ഡെവലപ്സ് ഇൻടു ദി ectodermal region and just below it develops into the epidermal region. Epidermal region ആയിട്ട് മാറുന്നു. അതിന്റെ താഴെ ഒരു ക്രസെൻട്രിക് ഷേപ്പ്. I said almost the shape of a half moon. ഒരു ക്രസെൻട്രിക് ചന്ദ്രക്കല പോലത്തെ ചെറിയ ഒരു, അത്രയും എന്താണ് ക്ലിയർ ആയിട്ടല്ല എങ്കിലും ഓൾമോസ്റ്റ് ദ ഷേപ്പ് ഓഫ് എ ഹാഫ് മൂണിൽ വരുന്നത്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദ പിക്ചർ ഷോസ് ക്ലിയർ ദാറ്റ് ഓഫ് എ ക്രസെന്റ്. അതിനെയാണ് ന്യൂറൽ പ്ലേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറൽ എക്ടോഡേം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഫ്രം നോട്ട് അവർ ബ്രെയിൻ, ദ ബ്രെയിൻ ഓഫ് എ ചിക്ക് ഡെവലപ്സ് ഫ്രം ദിസ് റീജിയൻ. So just we were talking about the blastulation. Blastulation when we are talking about the fate map. Fate map means the presumptive organ forming areas. അല്ലെങ്കിൽ fate of the blastula ആണ് fate map എന്ന് പറയുന്നത്. അതിന്റെ നല്ലൊരു ഭാഗവും എന്താണ്? ectodermal region ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. The anterior two-thirds of the portion develops into the ectoderm. അതിന്റെ തൊട്ട് താഴെ കാണുന്ന ലെയർ it develops into the neural plate. That is almost a concentric shape. ഇനി ആ ന്യൂറൽ പ്ലേറ്റിന്റെ താഴെ എന്താണ്? There is another concentric area. This is known as the, just below that, that concentric area develops into the presumptive നോട്ടോകോഡ്. പ്രിസംപ്റ്റീവ് എന്ന് വെച്ചാൽ ഭാവിയിൽ പ്രഡിക്റ്റ് ചെയ്യാണ്, ഇന്നതായിട്ട് മാറും, നോട്ടോകോഡ് ആയിട്ട് മാറും. അതിനെയാണ് പ്രിസംപ്റ്റീവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ പ്രിസംപ്റ്റീവ് നോട്ടോകോഡ്. അപ്പൊ ന്യൂറൽ പ്ലേറ്റിന്റെ താഴെയുള്ള റീജിയൻ ആണ് നോട്ടോകോഡ് ആയിട്ട് മാറുന്നത്. The area containing the blastomeres, and this area containing blastomeres for the development of the muscles. Muscles develop ചെയ്യുന്നതും എല്ലാം it is situated behind this, the presumptive notochord. Muscles develop ചെയ്യുന്നത് ഈ presumptive notochordന്റെ ബാക്കിൽ വരുന്ന സെൽസിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. മസിൽസ് midline behind the notochordal area. That is ഇവിടെ നമ്മൾ സോമൈറ്റ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോട്ടോകോഡിന്റെ പുറകുവശത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് ഉള്ള
region muscles ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് ഏരിയ ഇസ് നോൺ ആസ് പ്രിസംപ്റ്റീവ് സോമൈറ്റ്സ്. അതുകൊണ്ടാണ് അതിനെ സോമൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടോകോഡിന്റെ രണ്ട് വശത്തുള്ള region develops into the somites. ഇനി നോട്ടോകോഡിന്റെ പുറകില് there is a small area known as the precaudal plate. ഇനി അതിന്റെ താഴെയായിട്ട് നോട്ടോകോഡിന്റെ താഴെയുള്ള റീജിയനിൽ നിന്ന് എന്തൊക്കെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഗട്ട്. കാര്യം എന്താണ്? ബ്ലാസ്റ്റോസീലിൽ നിന്നാണ് ഗട്ട് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ താഴെ നിന്ന് എന്താണ്? ഗട്ട് will develop from this region. Then just behind the notochord is a small area which develops into the precaudal plate. നോട്ടോകോഡിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയ precaudal plate ഡെവലപ്പ് ചെയ്യുന്നു. Then in the posterior half of the area pellucida, ഏരിയ പെലൂസിഡയുടെ പോസ്റ്റീരിയർ ഭാഗം, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓൾമോസ്റ്റ് ആന്റീരിയർ റീജിയൻ ആണ്. ഇത്രയും ഭാഗം എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം ആന്റീരിയർ റീജിയൻ ആണ്. ഇനി പോസ്റ്റീരിയർ റീജിയനിലോട്ട് വരുമ്പോൾ അപ്പൊ ആന്റീരിയർ റീജിയന്റെ മെയിൻ ഭാഗം എന്തിനൊക്കെ ആയിട്ട് പോയി? എക്ടോഡേമിന് പോയി, പിന്നെ നെർവസ് സിസ്റ്റം അല്ലെ, ന്യൂറൽ പ്ലേറ്റ്, നോട്ടോകോഡ്. അപ്പോ ഏരിയ പെലൂസിഡയുടെ നല്ലൊരു ഭാഗം ഏകദേശം എന്താണ് നല്ല ഏകദേശം ഒരു മോർ ദാൻ ഹാഫ് ഓഫ് ദ റീജിയൻ വിൽ ഡെവലപ്പ് ഇൻ ടു ദ നോട്ടോകോഡ്, ന്യൂറൽ പ്ലേറ്റ്, എപ്പിഡെർമിസ് അല്ലെ. എക്ടോഡേമും ന്യൂട്ടോകോഡും ന്യൂറൽ പ്ലേറ്റും സോമൈറ്റ്സ് ആയിട്ട് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം എന്താണ് ഏരിയ പെലൂസിഡയുടെ ഭാഗത്തുനിന്ന് അത്രയും സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇനി പോസ്റ്റീരിയർ ഹാഫ്, in the posterior half, ഇതുവരെ നമ്മൾ പറഞ്ഞ anterior 2/3 ആണ് develops into the ectoderm and the neural plate and notochord. ഇനി posterior half of the area pellucida. എന്തുകൊണ്ടാണ് ഏരിയ പെലൂസിഡ എന്ന് പറയുന്നത്? കാരണം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് ഏരിയ പെലൂസിഡയിൽ നിന്നാണ്. കീപ് ദാറ്റ് ഓൾവേസ് ഇൻ മൈൻഡ്. ഏരിയ പെലൂസിഡ എന്ന് പറയുന്നത് ബ്ലാസ്റ്റോഡേമിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഏരിയ പെലൂസിഡ. ഏരിയ പെലൂസിഡയിൽ നിന്നാണ് കോഴിക്കുഞ്ഞുണ്ടാകുന്നത്. I'll show you the detailed picture later. Then in posterior region area pellucida lies the presumptive lateral mesoderm. Lateral mesoderm. Presumptive lateral mesoderm arises from the posterior half of the blastoderm. The lateral plate mesoderm develops from the posterior half. Then the hypoblast is composed exclusively of the endodermal cells. ഇനി ഇതിന്റെ താഴെ കാണുന്ന ലെയർ, അതായത് ഇതിപ്പോ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ you can see like this. ഇനി ഇതിന്റെ അടിവശത്ത് വരുന്ന സെല്ലുകൾ, അതിനെയാണ് ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എപ്പിബ്ലാസ്റ്റ്, ഹൈപ്പോബ്ലാസ്റ്റ്, we'll come to it. Hypoblast composed exclusively of endodermal cells. Then it develops into the intestines to become the lining of the yolk sac. Yolk sac ആയിട്ട് കോണ്ടാക്ട് വരുന്നു. കാരണം അവിടെ നിന്നാണ് ന്യൂട്രിയൻസ് എംബ്രിയോയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഫേറ്റ് മാപ്പില് മെയിൻ ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? ഫേറ്റ് മാപ്പ് എന്ന് വെച്ചാൽ ഏരിയ പെലൂസിഡയുടെ പല ഭാഗങ്ങൾ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് ചിക്കിന്റെ ഫേറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ചിക്കിന്റെ ഫേറ്റ് മാപ്പിന്റെ ആന്റീരിയർ 2/3 of the region will get differentiated into the ectoderm, epidermis, notochord and neural plate. Brain, nervous system, എന്താണ് നട്ടെല്ല്, അതൊക്കെ ആന്റീരിയർ റീജിയനിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ റീജിയനിൽ മെയിൻലി വരുന്നത് എന്താണ്? മീസോഡെർമൽ റീജിയൻ. ഇതിന്റെ അടിവശത്ത് വരുന്ന ലെയറിനെയാണ് നമ്മൾ ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഹൈപ്പോബ്ലാസ്റ്റിൽ നിന്ന് എന്താ ഡെവലപ്പ് ചെയ്യുന്നത്? ഹൈപ്പോബ്ലാസ്റ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് എൻഡോഡേം. അപ്പൊ ഇവിടെ എന്തൊക്കെ? എക്ടോഡേം ആയി അല്ലെ. ആന്റീരിയർ റീജിയനിൽ നിന്ന് എക്ടോഡേം, പോസ്റ്റീരിയർ റീജിയനിൽ നിന്ന് മീസോഡേം. The underlying layer of cells will get differentiated to form the endoderm. ഇപ്പൊ ഫേറ്റ് മാപ്പ് എന്ന് വെച്ചാൽ ഇതാണ്. presumptive organ forming areas blastulae മാപ്പ് ചെയ്യുന്നതിനാണ് ഫേറ്റ് മാപ്പ്. This is the fate map of a avian embryo. Avian blastulae ഫേറ്റ് മാപ്പ് ആണ് നമുക്ക് ഇപ്പൊ പറഞ്ഞത്.
And this is what I've shown this picture. Again, I'm showing this picture to give you an idea about what is happening, where is the division taking place, etc. So this image should be in your mind always. ഈ ഒരു ഇമേജ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ഇല്ലേ. കോഴിമുട്ടയുടെ ഡെവലപ്മെന്റ് നടക്കുന്ന ഈ റീജിയൻ ആണ് ഏരിയ പെലൂസിഡ ഇല്ലേ. ഏരിയ പെലൂസിഡ എന്ന് പറയുന്ന ഈ റീജിയൻ ആണ്. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞ ആന്റീരിയർ റീജിയൻ ഇതാണ് ഹെഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഹെഡ് റീജിയൻ. ആന്റീരിയർ റീജിയൻ എന്ന് പറയുന്ന ഹെഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ റീജിയൻ ആണ്. ആൻഡ് ഇവിടെ നിന്ന് എന്താണ് ബ്ലഡ് വെസൽസ് എല്ലാ വശത്തോട്ടും പോകുന്നുണ്ട്. ദിസ് ഇസ് ഹാവിംഗ് കോണ്ടാക്ട് വിത്ത് ദി യോക്ക് അല്ലേ. അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് കുറേ ബ്ലഡ് കാപ്പിലറീസ് പോകുന്ന കാണാം എംബ്രിയോയുടെ ബോഡിയിൽ നിന്ന്. അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഏരിയ ഒപ്പേക്കായിലോട്ടാണ് പോകുന്നത്. ഇത് ഏരിയ പെലൂസിഡ. ഏരിയ പെലൂസിഡയിൽ നിന്ന് എന്താണ് ഏരിയ ഒപ്പേക്കായിലോട്ടാണ് ബ്ലഡ് വെസൽസ് പോകുന്നത്. എന്തിനു പോകുന്നു? ആ യോക്കിൽ നിന്നും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് what is happening in the development of the avian egg or the hen's egg. Now we'll start. അപ്പോൾ ഇതുവരെ എന്താ ബ്ലാസ്റ്റുലേഷൻ ആയി, ഫേറ്റ് മാപ്പ് ആയി, ക്ലീവേജ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്ത gastrulation. That is the formation of gastrulation is the formation of the 3 germ layers. എങ്ങനെയൊക്കെയാണ് സെൽസ് മൂവ് ചെയ്ത് 3 ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പ്രോസസ് ഓഫ് gastrulation. Gastrulation എന്ന് വെച്ചാൽ എന്താണ്? ക്ലീവേജ് ക്രിയേറ്റ്സ് എ ബ്ലാസ്റ്റോഡിസ്ക്. ഫെർട്ടിലൈസേഷന് ശേഷം ക്ലീവേജ് നടക്കുന്നു. ക്ലീവേജ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ക്രിയേറ്റ്സ് എ ബ്ലാസ്റ്റോഡിസ്ക്. ബ്ലാസ്റ്റോഡിസ്ക് ഇപ്പൊ തൊട്ട് മുമ്പേ കാണിച്ചതാണ്. യോക്കിന്റെ മുകളിൽ ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറിനെ ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയുന്നു. ആൻഡ് ദ യോക്ക് മാസ് provides nutrition. Yolk അല്ലെങ്കിൽ vitelline provides nutrition for the developing embryo. So gastrulation in egg, in avian egg, it completely outside the body of the mother egg, mother hen. Area pellucida ആണ് embryo ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. Now you can have a look at this picture. The conversion of gastrulation എന്ന് പറഞ്ഞാൽ എന്താണ്? The conversion of a monoblastic egg into a triploblastic. ഒരു ലെയർ ഉള്ള ബ്ലാസ്റ്റുലായിൽ നിന്നും അല്ലെ, ഒരു ലെയർ ഉള്ള ബ്ലാസ്റ്റുലായിൽ നിന്നും 3 ജേം ലെയേഴ്സ് ഉള്ള ഒരു gastrula ഫോം ചെയ്യുന്നു. അതിനെയാണ് gastrulation. Gastrulation is the process of formation of gastrula. What is the main difference between a blastula and a gastrula? Gastrula is monoblastic. Sorry. Gastrula ഒരു ലെയർ ഓഫ് സെൽസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. gastrula എത്തുമ്പോൾ എന്താണ്? The 3 germ layers or the will start developing. അതിനെയാണ് gastrulation എന്ന് പറയുന്നത്. ഇനി the central layer of cells, I said the central layer. Here you can see this is the yolk. ഇവിടെ നിങ്ങൾക്ക് യോക്ക് കാണാം ഇല്ലേ. ഇതൊരു ബ്ലാസ്റ്റോഡിസ്ക് ആണ്. ഇത്രയും ഭാഗത്താണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇല്ലേ. ബാക്കി കാണുന്ന മഞ്ഞ കളറിൽ യു ക്യാൻ സീ ദി യോക്ക്. യോക്കിനെ ഡിമാർക്കേറ്റ് ചെയ്ത് യു ക്യാൻ സീ ദ ഏരിയ പെലൂസിഡ. ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഏരിയ പെലൂസിഡ എന്ന് വിളിക്കുന്നത്. This much region is known as area pellucida. അതിന്റെ ചുറ്റും എന്താണ്? യോക്ക് കാണുന്നുണ്ട്. And here you can see the top layer. This layer is known as the epiblast. ഈ ബ്ലാസ്റ്റോഡിസ്കിന് 2 ലെയർ നമുക്ക് പറയാം. എപ്പിബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച പിക്ചർ എപ്പോഴും മനസ്സിലിരിക്കാം. ഡിസ്കിന്റെ മുകളിൽ ഇത് കൂടെ നോക്കുന്നത്. എപ്പിബ്ലാസ്റ്റ് മീൻസ് പെരിഫറൽ. ഈ ലെയറിനെ എപ്പിബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നു. And the layer which is just below this layer is known as the epiblast. Epiblast എന്ന് വെച്ചാൽ ടോപ്പ് മോസ്റ്റ് ലെയർ. ഇനി യോക്കുമായിട്ട് കോണ്ടാക്ട് വരുന്ന ബ്ലാസ്റ്റോഡിസ്കിന്റെ ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോബ്ലാസ്റ്റ്.
So, blastodiscന്റെ lower layer which is having contact with the yolk is called hypoblast, and the layer above this or the peripheral layer is called the epiblast. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഉള്ള cavity ഇതിനെയാണ് നമ്മൾ subgerminal cavity എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. So, in gastrulation of chick, there are two main phases. ചിക്കിന്റെ gastrulationൽ രണ്ട് മെയിൻ ഫേസസ് ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എപ്പിബ്ലാസ്റ്റ് ഹൈപ്പോബ്ലാസ്റ്റ് സെഗ്രിഗേഷൻ. ഈ എപ്പിബ്ലാസ്റ്റും ഹൈപ്പോബ്ലാസ്റ്റും രണ്ട് ലെയറായി സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഫേസ്. That is the first phase of gastrulation in chick. So the gastrulation of chick has two phases. One, epiblast hypoblast segregation, and two, formation of primitive streak. അതായത് formation of primitive streak. ആദ്യമായിട്ട് ഉണ്ടാകുന്ന സ്ട്രീക്ക് ആയതുകൊണ്ടാണ് അതിനെ primitive streak എന്ന് പറയുന്നത്. So the gastrulation of chick has two phases. First is epiblast hypoblast segregation. അതായത് രണ്ട് ലെയർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മാറുന്നത്. രണ്ട് ലെയർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെയിൻ ഫിനോമിന നടക്കുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് സ്ട്രീക്ക്. പ്രിമിറ്റീവ് സ്ട്രീക്ക് ആദ്യമായിട്ട് ഒരു സ്ട്രീക്ക് ഫോം ചെയ്യുന്നു ആ ബ്ലാസ്റ്റോഡിസ്കിൽ. അതുകൊണ്ടാണ് അതിനെ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് these two are the basic steps which is happening in the gastrulation of chick. And in this picture you can see, I said the epiblast, the anterior region of epiblast എന്താണ്? ബ്ലാസ്റ്റില പറഞ്ഞു, it develops into the ectoderm, and the region which is layer of cells close to the എന്താണ് yolk differentiate into the endoderm. Endoderm നമ്മൾ fate map ൽ കാണിച്ചില്ല. In fate map I didn't show the, I just said it is a layer which is lying close to the endoderm. So in this picture, this is almost a 3D view. You can see here, this is the endoderm. The layer lying close to the yolk will differentiate into the endoderm. For primitive streak, you can see here the arrows are shown here. The migration of the cells are always like this. ഇവിടുന്ന് അകത്തോട്ട് cells പോയിട്ടില്ലേ? Emboli, epiboli. We learned about the morphogenetic movements in the previous tutorials. And here the cells will roll in and move in towards the endoderm. Moving towards the endoderm. That is known as endoderm. This is ഈ രണ്ട് സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇനി we'll learn about each steps, that is epiblast hypoblast segregation and the primitive streak formation. First is epiblast hypoblast segregation. So ബ്ലാസ്റ്റോഡേമിന് രണ്ട് തരം സെൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, വലിയ സെല്ലും ഉണ്ട്, ചെറിയ cells ഉണ്ട്. You just keep a look at this picture and just understand the different the position of epiblast and hypoblast. എപ്പിബ്ലാസ്റ്റ് ഹൈപ്പോബ്ലാസ്റ്റ് സെഗ്രിഗേഷൻ. അപ്പൊ ബ്ലാസ്റ്റോഡേമിൽ എന്താണ്? യോക്കുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന റീജിയനിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സിന്റെ സൈസ് വലുതായിരിക്കും അല്ലേ? പക്ഷെ യോക്കുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത സെൽസിന്റെ സൈസ് ചെറുതായിരിക്കും. അപ്പൊ ചെറിയ ബ്ലാസ്റ്റോമിയേഴ്സിനെ നമ്മൾ പറയുന്നത് മൈക്രോമിയേഴ്സും വലുത് മാക്രോമിയേഴ്സും. അപ്പൊ ഹിയർ ഈ ഒരു റീജിയനില് this region on all you can see micromeres, and this region will be having macromeres.
The blastoder at the blastula contains two types of cells, relatively large yolk-laden cells and small yolk-free blastomeres. So micromeres are yolk-free, macromeres are yolk-laden cells. Macromeresൽ yolk ഉള്ളതുകൊണ്ടാണ് അത് വലുതാകുന്നത്. മൈക്രോമിയേഴ്സ് ചെറുതാണ് കാരണം അതിന് യോക്ക് ഇല്ല അപ്പോൾ പെട്ടെന്ന് ക്ലീവേജ് നടക്കും. Now the yolk rich blastomeres will gradually yolk rich അല്ലെങ്കിൽ വലിയ blastomeres will segregate by infiltration and form the hypoblast. Here you can see യോക്ക് റിച്ച് അല്ലെങ്കിൽ യോക്ക് കൂടുതൽ ഉള്ള സെൽസ് സെഗ്രിഗേറ്റ് ചെയ്ത് താഴോട്ട് വരും and that forms a layer known as hypoblast. So hypoblast എന്ന് പറയുന്നതിൽ യോക്ക് റിച്ച് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. യോക്ക് റിച്ച് blastomeres always move towards or segregate by infiltration. Infiltration എന്ന് വെച്ചാൽ എന്താണ്? ഓരോ സെല്ലുമായിട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നത്. Hope just recollect what we learned in the morphogenetic movement. Infiltration എന്ന് വെച്ചാൽ ഓരോ സെൽസ് ആയിട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നു. That is known as infiltration. ഓരോന്നും താഴോട്ട് വന്നിട്ട് പിന്നെ അത് മൂവ് ചെയ്യും. So these cells gradually infiltrate. ഏത് സെല്ലാണ്? വലിയ സെല്ല്. മാക്രോമിയേഴ്സ് യോക്ക് ഉള്ള മാക്രോമിയേഴ്സ് ഇൻഫിൽട്രേഷൻ വഴി അകത്തോട്ട് വന്നിട്ട് അത് പതുക്കെ ഒരു ലെയർ താഴെ ഫോം ചെയ്യും. അതിനെയാണ് ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ദി യോക്ക് റിച്ച് blastomeres, I'll write here. എന്താണ് സംഭവിക്കുന്നത്? യോക്ക് റിച്ച് blastomeres will undergo infiltration. It will undergo infiltration and form. It will undergo infiltration. It will undergo infiltration and forms the hypoblast. അപ്പോൾ hypoblast ഉള്ളത് എന്ത് തരം സെല്ലാണ്? യോക്ക് കൂടുതലുള്ള സെൽസ്. That is and forms the hypoblast. In yolk free cells, yolk കുറവുള്ള സെല്ല് എന്ത് പറ്റും? They remain at the peripheral region itself. The upper layer of cells form the epiblast. അല്ലേ? യോക്ക് ഫ്രീ സെൽസ് എവിടെയാണുള്ളത്? എപ്പിബ്ലാസ്റ്റ്. കാര്യം എന്താണ്? അതിന് വെയിറ്റ് കുറവാണ്. യോക്ക് ഫ്രീ സെൽസ്. They remain at the peripheral layer itself and they form the epiblast. Hope it's clear. So gastrulation's first step ആണ് epiblast hypoblast formation. For epiblast hypoblast formation സമയത്ത് you have to keep in mind there are two types of cells. One is yolk rich and yolk free cell. Yolk rich cellന് weight കൂടുതലായതുകൊണ്ട് അത് infiltration എന്ന morphogenetic movement കാണിച്ച് താഴേക്ക് move ചെയ്യും. So that is known as hypo and they form a layer close to the yolk known as hypoblast. ഇനി yolk free cells എന്താണ്? They remain in the peripheral region itself and that is known as epiblast. ഇനി embryo എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? The embryo proper develops from the epiblast. The embryo proper develops from the epiblast layer. അപ്പോൾ യോക്ക് ഫ്രീ അല്ലെങ്കിൽ ഈ റീജിയനിൽ നിന്നാണ് എപ്പിബ്ലാസ്റ്റ് റീജിയനിൽ നിന്നാണ് എംബ്രിയോ പ്രോപ്പർ ഡെവലപ്പ് ചെയ്യുന്നത്. The embryo develops from the epiblast region. So the upper layer forms the epiblast and a sheet of cells migrate anteriorly to form the hypoblast. This is known as the primary hypoblast. And the cells which migrate towards the subgerminal cavity will form the secondary hypoblast.
blast. This is secondary hypoblast cell and these are primary hypoblast cells. And the primary and the secondary hypoblast cells, the primary and the secondary hypoblast cells join together to form a continuous sheet. അങ്ങനെ primary hypoblast cell secondary hypoblast cell കൂടെ layer ഓടെ join ചെയ്ത് ഒറ്റ layer ആയിട്ട് മാറും. And that is the primary and the secondary hypoblast cell forms a continuous sheet in the subgerminal cavity. Between the epiblast and the hypoblast, the epiblast എന്ന് പറയുന്നത് പുറത്തുള്ള ലെയറും അകത്തുള്ളതാണ് hypoblast. എപ്പിബ്ലാസ്റ്റിനെയും hypoblastനെയും ഇടയ്ക്കുള്ള region, this region is known as the blastocoel. This region is called as the blastocoel. Blastocoel. Thus, the discoblastula is homologous to the echinoderm. For birds in the discoblastula, it is almost similar to that of the echinoderms and amphibians. And the embryo, always keep in mind, area opaca in the embryo develop in. അതിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ എപ്പിബ്ലാസ്റ്റിൽ നിന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. Then hypoblast നിന്ന് അപ്പോൾ എന്ത് ഫോം ചെയ്യും? Hypoblast നിന്ന് extra embryonic membranes will be formed. Thus, the fate of the embryo is completely restricted to epiblast. Embryoയുടെ fate epiblastൽ complete ആയിട്ട് restrict ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? Epiblastൽ നിന്നാണ് embryo proper develop ചെയ്യുന്നത്. So, hope it's clear. The epiblast hypoblast segregation. First step ആണ് epiblast hypoblast segregation. എന്ന് വെച്ചാൽ രണ്ട് ലെയർ ഫോം ചെയ്യുന്നതിനെയാണ് epiblast hypoblast segregation എന്ന് പറയുന്നത്. ബ്ലാസ്റ്റോഡേമിലെ പെരിഫറൽ ലെയർ ഓഫ് സെല്ലിനെ നമ്മൾ എപ്പിബ്ലാസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പൊ എപ്പിബ്ലാസ്റ്റിൽ എന്താ ഉള്ളത്? യോക്ക് ഫ്രീ സെൽസും ഹൈപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലോവർ ലെയർ ഓഫ് സെൽസ്, അതിനകത്ത് യോക്ക് റിച്ച് ആയിട്ടുള്ള സെൽസുമാണ് കാണുന്നത്. Hypoblastൽ നിന്നും extra embryonic membranes are formed. Here you can see the hypoblast. The hypoblast ഇങ്ങനെയാണ് extend ചെയ്ത് ഇരിക്കും. This is known as the hypoblast cell. Here you can see in a pink purple color. Hypoblast ഇങ്ങനെ extend ചെയ്തിട്ട് it forms the extra embryonic membranes. അങ്ങനെ epiblastൽ നിന്നും embryoയും develop ചെയ്യും. Now, next is the formation of a primitive streak. So, the primitive streak formation is the second step in the development or second step in the gastrulation of the chick. This is the primitive streak. Here you can see picture another. You can see this is the primitive streak. Okay. Primitive streak. That is the first formed streak over the embryo, and so it is known as the primitive streak. Area pellucidയ്ക്ക് അകത്തോട്ട് ഇങ്ങനെ ഒരു സ്ട്രീക്ക് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ primitive streak എന്ന് പറയുന്നത്. And it is the movement of the notochordal and the mesodermal cells. ആദ്യം ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആന്റീരിയർ റീജിയനിലുള്ള നോട്ടോകോഡൽ സെൽസും മീസോഡെർമൽ സെൽസും എപ്പിബ്ലാസ്റ്റിന്റെയും ഹൈപ്പോബ്ലാസ്റ്റിന്റെയും ഇടയ്ക്കൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് എന്താണ് primitive streak formation എന്ന് പറയുന്നത്. Here you can see. ഇനി പിക്ചർ വേറെ കാണിക്കുന്ന അതൊക്കെ ഇങ്ങനെ primitive streak ഫോം ചെയ്യുന്നു. The notochordal and the mesodermal cells. നോട്ടോകോഡൽ സെൽസും മീസോഡെർമൽ സെൽസും എന്താണ് ഏരിയ പെലൂസിഡയുടെ പോസ്റ്റീരിയർ റീജിയനിൽ. ഹോപ്പ് യു റിമെമ്പർ, നമ്മൾ ഫേറ്റ് മാപ്പ് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു റീജിയൻ കാണും, അതിനകത്ത് എന്താണ് പ്രസൻട്രിക് ഏരിയ ഉണ്ട്, പിന്നെ അതിന്റെ താഴെ പ്രസൻട്രിക് ഏരിയ ഉണ്ട്. ഇതെല്ലാം മെജോറിറ്റി ഓഫ് ദി 2/3 ഓഫ് ദ ഫേറ്റ് മാപ്പ് വാസ് എന്താണ് പറഞ്ഞത്
it differentiates into the notochord and the ectoderm. Just recollect that. അതൊന്ന് ഓർത്തോളുക. ഫേറ്റ് മാപ്പിന്റെ ആന്റീരിയർ റീജിയൻ നമ്മൾ പറഞ്ഞു നോട്ടോകോഡും മെയിനായിട്ട് നോട്ടോകോഡ് നെർവസ് സിസ്റ്റവുമായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് മീസോഡെർമൽ റീജിയൻ. സോ the notochordal and the mesodermal cells. അപ്പോൾ ഈ റീജിയനിൽ ആന്റീരിയർ റീജിയനിൽ both the notochord and the അല്ലെങ്കിൽ ectoderm and the mesodermal cells are widely spread out in the posterior region. അങ്ങനെ ഉള്ള cells will start converging towards the middle. ഏതാണ് ഈ കാണിച്ചിരിക്കുന്നത് convergent. Hope you remember the movement of cells from different region to a single point is called convergent. അല്ലേ? അപ്പോൾ ഇങ്ങനെ പല റീജിയനിലായിട്ടിരുന്ന അല്ലെങ്കിൽ ഏകദേശം മുക്കാൽ ഭാഗവും നോട്ടോകോഡും മെസോഡെർമൽ സെൽസും ആണ്. അത് കൺവേർജ് ചെയ്യുന്നു ഒരു പോയിന്റിലേക്ക്. സോ ദ മൂവ്മെന്റ് പ്രിമിറ്റീവ് സ്ട്രീക്ക് അപ്പൊ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് കൺവേർജന്റ് മൂവ്മെന്റ് ഏത് സെല്ലുകൾ കാണിക്കുന്നു? നോട്ടോകോഡൽ സെല്ലും മീസോഡേം സെല്ലും. നോട്ടോകോഡും മീസോഡേം എവിടെയാണ് ഇരിക്കുന്നത്? ആന്റീരിയർ റീജിയൻ ഓഫ് ദി ബ്ലാസ്റ്റുല. അല്ലേ? അപ്പോൾ hope it's clear. Primitive streak ഫോർമേഷന്റെ സ്റ്റാർട്ടിംഗിൽ നടക്കുന്ന മോർഫോജനറ്റിക് മൂവ്മെന്റ് ആണ് കൺവേർജൻസ്. കൺവേർജൻസിൽ ഇൻവോൾവ് ചെയ്യുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്? നോട്ടോകോഡൽ ആൻഡ് മീസോഡെർമൽ സെൽസ്. Now, the notochordal and mesodermal cell will converge towards the middle line. ഒരു റീജിയനിലോട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നു. Start converging towards a single point and they become piled up to form a longitudinal thickening. ഇങ്ങനെ കുറേ എണ്ണം ഒരു സൈഡിൽ ഇല്ലേ? If to a single point, if so many things are getting accumulated, what happens? There the piling up happens. ഇല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് ആദ്യം ഒരു കോയിൻ ഇട്ടു, ഒന്നായി കുറേ കോയിൻസ് ഇല്ലേ ഒന്നിച്ച് ഒരു സ്ഥലത്തോട്ട് ഇടുക. കോയിൻസോ അരിയോ എന്താണെങ്കിലും ഇല്ലേ? ഇപ്പൊ അരി, സിമ്പിൾ എക്സാമ്പിൾ ആം ടെല്ലിങ്, യു ആർ പുട്ടിങ് എന്താണ് റോ റൈസ്. അരി ഒരു പിടി അരി അല്ലെങ്കിൽ കുറെ ഒരു പിടി അരി അല്ല കൂടുതൽ അരി നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അതൊരു കൂന പോലെ ആയിട്ട് മാറുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് പൈലിംഗ് ഓഫ് സെൽസ്. പല സ്ഥലത്തു നിന്നും ഇല്ലേ പല ആൾക്കാർ 4 വശത്തു നിന്നും അരി ഒരു പോയിന്റിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൂന പോലെ കൂടാൻ തുടങ്ങും. ദാറ്റ്സ് നോൺ ആസ് പൈലിംഗ് ഓഫ് സെൽസ്. സോ നോട്ടോകോഡൽ ഇവിടേക്ക് ഇരിക്കുന്ന നമ്മുടെ സെൽ എന്തായിരുന്നു? നോട്ടോകോഡലും മീസോഡെർമൽ സെൽസും ഒക്കെ പല ഭാഗത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ കുറേ ആവുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു കൂന ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. Hope it's clear. So the widely spread notochordal and the mesodermal cells will converge. മൂവ്മെന്റ് ആണ് കൺവേർജൻസ്. കൺവേർജ് ഒരുപാട് സെല്ല് കൺവേർജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു പൈൽ അല്ലെങ്കിൽ കൂന ഓഫ് സെൽസ് will form and that is known as the primitive streak. But they become piled up and form a primitive streak, and this primitive streak will appear about 7 or 8 hours after the onset of incubation. കോഴിക്കുഞ്ഞ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ 7 മുതൽ 8 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഈ സെല്ലുകൾ ഇങ്ങനെ primitive groove അല്ലെങ്കിൽ primitive streak form ചെയ്യും. And this is actually the indication of a axis അല്ലെ? ഒരു anterior posterior axis ആണ്. ഇതിപ്പോ ഒരു ബ്ലാസ്റ്റോഡം ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലാസ്റ്റോ ഡിസ്കില് ഇങ്ങനെ ഒരു സെല്ല് ഫോം ചെയ്യുമ്പോൾ എന്താണ്? നട്ടല് അല്ലെങ്കിൽ ഒരു ആക്സിസ് ഫോം ചെയ്യുന്നതാണ് primitive streak ഫോം ചെയ്യുമ്പോഴേക്കും നടക്കുന്നത്. Hope it's clear. That is primitive streak. ഇപ്പോൾ primitive streak എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടോകോഡൽ മീസോഡെർമൽ സെൽസും കൺവേർജൻസ് എന്ന് പറയുന്ന മോർഫോജനറ്റിക് മൂവ്മെന്റ് ഫലമായിട്ട് ഒറ്റ പോയിന്റിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഒറ്റ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ സെൽസ് കൂന പോലെ കൂടും. ആ കൂന പോലെ കൂടുന്നതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. ഇനി ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിമിറ്റീവ് സ്ട്രീക്ക് ആണ് will help in the formation of a anterior posterior axis. ഒരു എംബ്രിയോയുടെ
anterior posterior axis form ചെയ്യുന്നത് it is with the help of this primitive streak. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നട്ടെല്ല് അല്ലേ ആ പടത്തിനകത്ത് you can see ഒരു നട്ടെല്ല് ഫോം ചെയ്യുന്നത് because of this primitive streak. Now here you can see the anterior region of the primitive streak is called the Henson's node. Just have a look at this picture. The anterior region of the primitive streak is called the Henson's node, and the center region there is a pit. ഒരു pit അല്ലെങ്കിൽ കുഴിവ് പോലെ ഒരു structure is shown here, and that is known as the primitive pit. Primitive pit means first form ചെയ്തുകൊണ്ടാണ് ഈ primitive എന്ന വാക്ക് വരുന്നത്. Primitive means it's first. Primitive streak ആദ്യം ഫോം ചെയ്യുന്ന streak ആയതുകൊണ്ട് it is primitive streak. First form ചെയ്യുന്ന pit ആയതുകൊണ്ട് it is known as primitive pit. And this takes place ഞാൻ പറഞ്ഞു 7 മുതൽ 8 മണിക്കൂർ ഇൻക്യുബേഷൻ ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. Then it is a first indication. Always keep in mind ഈ primitive streak. അപ്പോൾ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്, that is why ഏതൊരു ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും early embryonic stage should be taken into consideration. Because nervous സിസ്റ്റവും നോട്ടോകോഡും നട്ടെല്ലും നെർവസ് സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇനിഷ്യൽ സ്റ്റേജ് വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ ഇങ്ങനെ സെൽസ് പൈലപ്പ് ചെയ്തിട്ട് ഒരു നോട്ടോകോഡ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദ എംബ്രിയോ വിൽ ടേക്ക് പ്ലേസ്. The primitive streak is the site. Here you can see the Henson's node. There is a node formed. The anterior region of the primitive streak is called Henson's node. There is a pit or that's known as the primitive pit. First form ചെയ്യുന്ന groove ആയതുകൊണ്ട് that is known as the primitive groove. And the fold, അല്ലേ, നമ്മൾ തുണി മടക്കുക, when you fold the cloth, what ഒരു groove form ചെയ്യും. തുണിയിലൂടെ മടക്കുന്ന പ്ലീറ്റ് പോലെ ഇരിക്കുന്നതിനാണ് ഫോൾഡ് എന്ന് പറയുന്നത്. That's the difference between the groove and the fold. So first form ചെയ്യുന്ന groove, primitive fold, etc. And primitive pit. And this is again I'm showing this is a region which is developing. നമ്മുടെ എന്താണ് 2-dimensional വ്യൂയിലോട്ട് വന്നു കഴിഞ്ഞാൽ primitive groove എന്ന് പറഞ്ഞാൽ ഇതാണ്. This നമ്മുടെ ബ്ലാസ്റ്റോഡിസ്കിന്റെ മുകളിലുള്ള സ്ട്രക്ചറിൽ this is the blastocele. A primitive groove is formed here. I said this is a fold, അല്ലേ, ആ മടക്ക് വരുന്നത്. It's known as a primitive fold. Outer layer is known as the epiblast. അല്ലേ, എപ്പിബ്ലാസ്റ്റിൽ നിന്നാണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്. അപ്പൊ എപ്പിബ്ലാസ്റ്റിലെ സെല്ലുകൾ ഇങ്ങനെ കൂന പോലെ കൂടിയിട്ട് ഒരു primitive groove, primitive fold form ചെയ്യുന്നു. The lower layer is known as the hypoblast. So primitive streak is the site at which the cells of the organ forming areas move into the interior. ഇങ്ങനെ അകത്തോട്ട് cells move in. The cell starts moving in. So with this we will conclude today's class, and I will continue in the next class, which shows in that tutorial I will explain in detail the structure of the groove. I am just concluding what was being taught in today's class. In today's class we learned about the gastrulation, the blastulation, the fate map and gastrulation. So blastulation, as a result of blastulation, the blastulation takes place in the blastula, and as a result a subgerminal cavity is formed, and the area, transparent area is called area pellucida. Then outer layer with contact with the yolk is known as area opaca, area pellucida, micromeres, area opaca, macromeres. Then fate map, which shows the different parts or the presumptive organ forming areas on the blastula. Gastrulation has two phases, the epiblast and hypoblast segregation, and the formation of primitive streak. Then the epiblast hypoblast segregation means the peripheral layer of cells which is free of yolk is called epiblast, and from the epiblast the embryo develops.
Then the hypoblast is yolk-rich cells, and the embryo proper develops from the epiblast, and the hypoblast will have contact with the extra embryonic membranes. Then primitive streak, the first formed streak in the epiblast, which is formed as a result of the piling up of cells or convergence of cells. അപ്പോൾ ഇതെല്ലാം always keep this in mind. ഇത്രയും ഒന്ന് clear ആയിട്ട് പഠിക്കുക. I will continue in the next class, and thank you so much for listening to this tutorial.